അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവുന്ന ഉസ്താദുമാർ, നീതിമാന്മാരായ വിധികർത്താക്കളെ, പ്രിയപ്പെട്ട മുതല്ലിം സുഹൃത്തുക്കളെ, ഓർക്കിർ വർഷങ്ങൾ തോറും നടത്തിവരുന്ന എസ്പെറൻസയുടെ 10ാം പതിപ്പായ എസ്പെറൻസ 25 നാം ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അള്ളാഹു നമ്മെ നാളെ അള്ളാഹുവിന്റെ ജന്നാത്തുൻ നഈമിൽ ഇതുപോലെ തന്നെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആമീൻ. ഇന്ന് എന്നിൽ അർപ്പിതമായ വിഷയം എന്നത് ലഹരിയിൽ കത്തിയമരുന്ന കൗമാരം ഇസ്ലാം ഇടപെടുന്നു എന്നതാണ്. ഈ വിഷയത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഈ ഒരു പകൽ മതിയാവുകയില്ല. എന്നാൽ ഞാൻ ഈ ഒരു വിഷയത്തിൽ ഒരൽപ്പം മാത്രം സംസാരിച്ചു നിർത്താം ഇൻഷാ അല്ലാഹ്. ഇന്ന് നമ്മുടെ സമൂഹം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് ലഹരി ഉപയോഗം, പ്രത്യേകിച്ചും യുവത്വത്തിൽ. നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ഇടവഴികളിലും പാർട്ടികളിലും നമ്മുടെ കുട്ടികളെ നശിപ്പിക്കാൻ വേണ്ടി ലഹരി മാഫിയകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇതിന്റെ ഫലമായി നമ്മുടെ രാജ്യത്ത് ദൈനംദിനം ലഹരി ഉപയോഗം വർദ്ധിച്ചു വരികയാണ്. നമ്മുടെ രാജ്യത്തെ ലഹരി ഉപഭോക്താക്കളുടെ കണക്കെടുത്താൽ 2020 ഏകദേശം 21 കോടിയോളം ജനങ്ങൾ ലഹരി ഉപയോഗിച്ചതായാണ് റിപ്പോർട്ട്. എന്നാൽ 2022 ആകുമ്പോൾ അത് 27.2%, 27.2 കോടിയായി വർദ്ധിച്ചു. എന്നാൽ കഴിഞ്ഞ വർഷം, അതായത് 2024 47.7 കോടി ജനങ്ങളാണ് ലഹരിക്കിരയായെന്നതാണ് റിപ്പോർട്ട്. സങ്കടപ്പെടുത്തുന്ന കാര്യം എന്തെന്നാൽ അതിൽ 17 ലക്ഷത്തോളം 18 വയസ്സിന് താഴെയുള്ള കുട്ടികളും 2.2 കോടി സ്ത്രീകളുമാണ്. ഇസ്ലാം യുവത്വ കാലഘട്ടത്തെ നല്ലൊരു വിശേഷ കാലഘട്ടമായാണ് കണക്കാക്കുന്നത്. ഖുർആനിൽ സൂറത്തുൽ ബഖറയിലെ 195-ാമത്തെ സൂക്തത്തിലെ ആദ്യത്തിൽ കാണാം, വഅൻഫിഖൂ ഫീ സബീലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കുക. ഇവിടെ അല്ലാഹു ഉദ്ദേശിച്ചത് നിങ്ങളുടെ സമ്പത്തിനെയും യുവത്വത്തെയും അല്ലാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കാനാണെന്ന് നമുക്ക് തഫ്സീറിൽ കാണാം. യുവത്വത്തെ ഇബാദത്തിന് വേണ്ടിയും ജിഹാദിന് വേണ്ടിയും ഇസ്ലാമിന് വേണ്ടിയും ചെലവഴിക്കേണ്ടതാണ്. കേരള, കാശ്മീർ, പഞ്ചാബ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ വിദ്യാർത്ഥികൾ വരെ ലഹരിക്കടിമകളാണ്. എന്തിനധികം അധികം പേരും 6 മാസത്തിനുള്ളിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ മരണത്തിന് കീഴടങ്ങുന്നു. പണ്ട് കാലത്ത് പാൻ മസാലകളും മദ്യവും പീഡിയും പോലെയുള്ള ചെറിയ ചെറിയ മയക്കുമരുന്നുകളാണ് പ്രചാരത്തിലുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധം MDMA അടക്കമുള്ള ലഹരി മരുന്നുകളുടെ പിടിയിലാണ് ഇന്നത്തെ യുവത്വം. മദ്യം, സിഗരറ്റ്, പാൻ മസാല പോലെയുള്ളവരെ ഉപയോഗിച്ചവരെ അതിന്റെ മണം വെച്ച് മനസ്സിലാക്കാം. കഞ്ചാവായാലും അതിന് ചെറിയൊരു മണമുണ്ടാകും. എന്നാൽ ഇന്ന് നമുക്ക് ഉപയോഗിച്ചവരെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം നിറമോ മണ്ണമോ രുചി വ്യത്യാസമോ ഇല്ലാത്ത വിദേശ നിർമ്മിത മയക്കുമരുന്നുകൾ നമ്മുടെ രാജ്യത്തേക്കും കടന്നു കയറിയിരിക്കുന്നു. MDMA, കൊക്കൈൻ, ബ്രൗൺ ഷുഗർ, കൂൾ ലിപ്പ്, കഞ്ചാവ് പോലെയുള്ള വളരെ അപകടകാരികളായ മയക്കുമരുന്നുകളുടെ പിടിയിലാണ് ഇന്നത്തെ യുവത്വം. എന്തിനധികം പല കുട്ടികളും ഉപയോഗിക്കുന്ന മരുന്നിന്റെ പേര് പോലും അറിയാതെയാണ് ഉപയോഗിക്കുന്നത്. കാരണം അവർക്ക് അതിന്റെ പേര് ആവശ്യമില്ല. അതിൽ നിന്നും ലഭിക്കുന്ന താൽക്കാലികമായി ലഭിക്കുന്ന സുഖം മാത്രമാണ് അവർക്ക് ആവശ്യം. അതിന്റെ പിറകിലുള്ള അസുഖങ്ങളെ കുറിച്ച് അവർ മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കിയാലും അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. കാരണം അത്രയ്ക്കും അടിമപ്പെട്ട് കഴിഞ്ഞ് കാണും അപ്പോഴേക്കും. ഖുർആനിൽ സൂറത്തുൽ മാഇദയിലെ 90-ാം സൂക്തത്തിൽ കാണാം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിർ വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലിശ് ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. ഓ സത്യവിശ്വാസികളെ, മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠകളും പ്രശ്നം വെച്ച് നോക്കാനുള്ള അമ്പുകളും പൈശാചികമായ മേച്ചവൃത്തി മാത്രമാകുന്നു. അതിനാൽ നിങ്ങൾ അത് വർജിക്കുക, നിങ്ങൾക്ക് വിജയം പ്രാപിക്കാം. ഇവിടെ മദ്യം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ലഹരി ഉണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളുമാണ്. ഒരിക്കൽ മിസ്രിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ ഒരാൾ വന്നു. കാര്യം അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, എന്റെ നാട്ടിൽ ചോളത്തിൽ നിന്നുണ്ടാകുന്ന ഒരു പാനീയം ധാരാളമായി ഉപയോഗിക്കുന്നു, അത് ലഹരിയാണോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് അത് മത്തുണ്ടാക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മത്തുണ്ടാക്കുന്ന എല്ലാ വസ്തുവും ലഹരിയാണ്. സൂറത്തുൽ മാഇദയിലെ 91-ാമത്തെ സൂക്തത്തിൽ കാണാം, إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر
ഫിൽ ഖംരി വൽ മൈസിർ വയസുദ്ദുകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാത്ത്. സത്യവിശ്വാസികളെ, മദ്യവും ചൂതാട്ടവും കൊണ്ട് പിശാച് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിടയിൽ വിദ്വേഷത്തെയും ശത്രുതയും ഉണ്ടാക്കാൻ മാത്രമാകുന്നു. അതിനോടൊപ്പം തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകളും നമസ്കാരവും ഇല്ലാതാക്കാനും ശൈത്താൻ ഉദ്ദേശിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു ലഹരി ഉണ്ടാക്കുന്നവനെയും ലഹരി വാങ്ങുന്നവനെയും വിൽക്കുന്നവനെയും ഉപയോഗിക്കുന്നവനെയും അതിനെ സേവിക്കുന്നവനെയും അതിനെ വഹിച്ചു കൊണ്ടുപോകുന്നവനെയും അതിനെ ആരാണ് വഹിക്കുന്നത് അവനെയും ആർക്കു വേണ്ടിയാണ് വഹിക്കുന്നത് അവനെയും അതിൽ നിന്നുള്ള ലാഭം തിന്നുന്നവനെയും ശപിച്ചിരിക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ലഹരിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഹറാമാണ്. ഇന്നത്തെ യുവത്വം ലഹരിയിൽ കത്തിയമരുകയാണ്. ഇസ്ലാം അവർക്ക് വേണ്ടി സംസാരിക്കുന്നു, അവർക്ക് പുനർജന്മം നൽകുന്നു. 1000 ലഹരികൾ കടിമപ്പെട്ട് കാലഘട്ടത്തിൽ അന്നത്തെ ഈമാൻ കൊണ്ട് വിജയിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഉസ്താദുമാർ ആഗ്രഹിച്ചതുപോലെ, മാതാപിതാക്കൾ സ്വപ്നം കണ്ടതുപോലെ നല്ലൊരു തലമുറയെ വാർത്തെടുക്കാമെന്ന് നിയത്തോടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഇത്രയും പറഞ്ഞ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവുന്ന ഉസ്താദുമാർ, നീതിമാന്മാരായ വിധികർത്താക്കളെ, പ്രിയപ്പെട്ട മുതല്ലിം സുഹൃത്തുക്കളെ, ഓർക്കിഡ് വർഷങ്ങൾ തോറും നടത്തിവരുന്ന എസ്പെറൻസയുടെ 10ാം പതിപ്പായ എസ്പെറൻസ 25ലാണ് നാം ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അള്ളാഹു നമ്മെ നാളെ അള്ളാഹുവിന്റെ ജന്നാത്തുൻ നഈമിൽ ഇതുപോലെ തന്നെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആമീൻ. ഇന്ന് എന്നിൽ അർപ്പിതമായ വിഷയം എന്നത് ലഹരിയിൽ കത്തിയമരുന്ന കൗമാരം ഇസ്ലാം ഇടപെടുന്നു എന്നതാണ്. ഈ വിഷയത്തെ കുറിച്ച് പറയാനാണെങ്കിൽ ഈ ഒരു പകൽ മതിയാവുകയില്ല. എന്നാൽ ഞാൻ ഈ ഒരു വിഷയത്തിൽ ഒരൽപ്പം മാത്രം സംസാരിച്ചു നിർത്താം ഇൻഷാ അല്ലാഹ്. ഇന്ന് നമ്മുടെ സമൂഹം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് ലഹരി ഉപയോഗം, പ്രത്യേകിച്ചും യുവത്വത്തിൽ. നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ഇടവഴികളിലും പാർട്ടികളിലും നമ്മുടെ കുട്ടികളെ നശിപ്പിക്കാൻ വേണ്ടി ലഹരി മാഫിയകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇതിന്റെ ഫലമായി നമ്മുടെ രാജ്യത്ത് ദൈനംദിനം ലഹരി ഉപയോഗം വർദ്ധിച്ചു വരികയാണ്. നമ്മുടെ രാജ്യത്തെ ലഹരി ഉപഭോക്താക്കളുടെ കണക്കെടുത്താൽ 2020 ഏകദേശം 21 കോടിയോളം ജനങ്ങൾ ലഹരി ഉപയോഗിച്ചതായാണ് റിപ്പോർട്ട്. എന്നാൽ 2022 ആകുമ്പോൾ അത് 27.2% കോടിയായി വർദ്ധിച്ചു. എന്നാൽ കഴിഞ്ഞ വർഷം, അതായത് 2024 47.7 കോടി ജനങ്ങളാണ് ലഹരിക്കിരയായെന്നതാണ് റിപ്പോർട്ട്. സങ്കടപ്പെടുത്തുന്ന കാര്യം എന്തെന്നാൽ അതിൽ 17 ലക്ഷത്തോളം 18 വയസ്സിന് താഴെയുള്ള കുട്ടികളും 2.2 കോടി സ്ത്രീകളുമാണ്. ഇസ്ലാം യുവത്വ കാലഘട്ടത്തെ നല്ലൊരു വിശേഷ കാലഘട്ടമായാണ് കണക്കാക്കുന്നത്. ഖുർആനിൽ സൂറത്തുൽ ബഖറയിലെ 195-ാമത്തെ സൂക്തത്തിലെ ആദ്യത്തിൽ കാണാം, വഅൻഫിഖൂ ഫീ സബീലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കുക. ഇവിടെ അല്ലാഹു ഉദ്ദേശിച്ചത് നിങ്ങളുടെ സമ്പത്തിനെയും യുവത്വത്തെയും അല്ലാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കാനാണെന്ന് നമുക്ക് തഫ്സീറിൽ കാണാം. യുവത്വത്തെ ഇബാദത്തിന് വേണ്ടിയും ജിഹാദിന് വേണ്ടിയും ഇസ്ലാമിന് വേണ്ടിയും ചെലവഴിക്കേണ്ടതാണ്. കേരള, കാശ്മീർ, പഞ്ചാബ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ വിദ്യാർത്ഥികൾ വരെ ലഹരിക്കടിമകളാണ്. എന്തിനധികം അധികം പേരും 6 മാസത്തിനുള്ളിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ മരണത്തിന് കീഴടങ്ങുന്നു. പണ്ട് കാലത്ത് പാൻ മസാലകളും മദ്യവും ബീഡിയും പോലെയുള്ള ചെറിയ ചെറിയ മയക്കുമരുന്നുകളാണ് പ്രചാരത്തിലുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധം MDMA അടക്കമുള്ള ലഹരി മരുന്നുകളുടെ പിടിയിലാണ് ഇന്നത്തെ യുവത്വം. മദ്യം, സിഗരറ്റ്, പാൻ മസാല പോലെയുള്ളവരെ ഉപയോഗിച്ചവരെ അതിന്റെ മണം വെച്ച് മനസ്സിലാക്കാം. കഞ്ചാവായാലും അതിന് ചെറിയൊരു മണമുണ്ടാകും. ഇന്ന് നമുക്ക് ഉപയോഗിച്ചവരെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം നിറമോ മണ്ണമോ രുചി വ്യത്യാസമോ ഇല്ലാത്ത വിദേശ നിർമ്മിത മയക്കുമരുന്നുകൾ നമ്മുടെ രാജ്യത്തേക്കും കടന്നു കയറിയിരിക്കുന്നു. MDMA, കൊക്കൈൻ, ബ്രൗൺ ഷുഗർ, കൂൾ ലിപ്പ്, കഞ്ചാവ് പോലെയുള്ള വളരെ അപകടകാരികളായ മയക്കുമരുന്നുകളുടെ പിടിയിലാണ് ഇന്നത്തെ യുവത്വം. എന്തിനധികം പല കുട്ടികളും ഉപയോഗിക്കുന്ന മരുന്നിന്റെ പേര് പോലും അറിയാതെയാണ് ഉപയോഗിക്കുന്നത്. കാരണം അവർക്ക് അതിന്റെ പേര് ആവശ്യമില്ല. അതിൽ നിന്നും ലഭിക്കുന്ന താൽക്കാലികമായി ലഭിക്കുന്ന സുഖം മാത്രമാണ് അവർക്ക് ആവശ്യം.
അതിന്റെ പിറകിലുള്ള അസുഖങ്ങളെ കുറിച്ച് അവർ മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കിയാലും അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. കാരണം അത്രയ്ക്കും അടിമപ്പെട്ട് കഴിഞ്ഞ് കാണും. അപ്പോഴേക്കും ഖുർആനിൽ സൂറത്തുൽ മാഇദയിലെ 90-ാം സൂക്തത്തിൽ കാണാം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിർ വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലിശ് ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. ഓ സത്യവിശ്വാസികളെ, മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠകളും പ്രശ്നം വെച്ച് നോക്കാനുള്ള അമ്പുകളും പൈശാചികമായ മേച്ചവൃത്തി മാത്രമാകുന്നു. അതിനാൽ നിങ്ങൾ അത് വർജിക്കുക, നിങ്ങൾക്ക് വിജയം പ്രാപിക്കാം. ഇവിടെ മദ്യം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ലഹരി ഉണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളുമാണ്. ഒരിക്കൽ മിസ്രിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ ഒരാൾ വന്നു. കാര്യം അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, എന്റെ നാട്ടിൽ ചോളത്തിൽ നിന്നുണ്ടാകുന്ന ഒരു പാനീയം ധാരാളമായി ഉപയോഗിക്കുന്നു, അത് ലഹരിയാണോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് അത് മത്തുണ്ടാക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മത്തുണ്ടാക്കുന്ന എല്ലാ വസ്തുവും ലഹരിയാണ്. സൂറത്തുൽ മാഇദയിലെ 91-ാമത്തെ സൂക്തത്തിൽ കാണാം, إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة. സത്യവിശ്വാസികളെ, മദ്യവും ചൂതാട്ടവും കൊണ്ട് പിശാച് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിടയിൽ വിദ്വേഷത്തെയും ശത്രുതയും ഉണ്ടാക്കാൻ മാത്രമാകുന്നു. അതിനോടൊപ്പം തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകളും നമസ്കാരവും ഇല്ലാതാക്കാനും ശൈത്താൻ ഉദ്ദേശിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു ലഹരി ഉണ്ടാക്കുന്നവനെയും ലഹരി വാങ്ങുന്നവനെയും വിൽക്കുന്നവനെയും ഉപയോഗിക്കുന്നവനെയും അതിനെ സേവിക്കുന്നവനെയും അതിനെ വഹിച്ചു കൊണ്ടുപോകുന്നവനെയും അതിനെ ആരാണ് വഹിക്കുന്നത് അവനെയും ആർക്കു വേണ്ടിയാണ് വഹിക്കുന്നത് അവനെയും അതിൽ നിന്നുള്ള ലാഭം തിന്നുന്നവനെയും ശപിച്ചിരിക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ലഹരിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഹറാമാണ്. ഇന്നത്തെ യുവത്വം ലഹരിയിൽ കത്തിയമരുകയാണ്. ഇസ്ലാം അവർക്ക് വേണ്ടി സംസാരിക്കുന്നു, അവർക്ക് പുനർജന്മം നൽകുന്നു. 1000 ലഹരികൾ കടിമപ്പെട്ട കാലഘട്ടത്തിൽ അന്നത്തെ ഈമാൻ കൊണ്ട് വിജയിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഉസ്താദുമാർ ആഗ്രഹിച്ചതുപോലെ, മാതാപിതാക്കൾ സ്വപ്നം കണ്ടതുപോലെ നല്ലൊരു തലമുറയെ വാർത്തെടുക്കാമെന്ന് നിയത്തോടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഇത്രയും പറഞ്ഞ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.